കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനെ തറപറ്റിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സംസ്ഥാനത്തിന്റെ മുഴുവൻ ഐക്യജനാധിപത്യ മുന്നണി രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാന്യനായ ശ്രീ വി.ഡി. സതീശൻ അവരുകളെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഭിവാദ്യം. ജയ് യു.ഡി.എഫ്. ഒരു സെക്കൻഡ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശൻ അവർ, നമുക്ക് പറയാനുള്ളത്, ഇന്ത്യയിൽ ആദ്യമായി ഒരു പ്രതിപക്ഷം. ഗവൺമെന്റ് എവിടെയെല്ലാം തകർന്നു അവിടെയെല്ലാം കേരളത്തെ കൈപിടിച്ചെഴുന്നേൽപ്പിക്കാനുള്ള പദ്ധതികളുമായി വരികയാണ്. ചരിത്രത്തിൽ ആദ്യം. ഇന്നലെ നമ്മളൊരു മാനിഫെസ്റ്റോ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചു. ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒരു മുന്നണിയും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും അവതരിപ്പിക്കാത്ത തരത്തിൽ ഗവേഷണ തുല്യമായ പഠനം നടത്തി കേരളത്തെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു മാനിഫെസ്റ്റോ. നമ്മൾ മാറ്റും നമ്മുടെ കേരളത്തെ. എല്ലാ രംഗത്തും നമ്മൾ മാറ്റമുണ്ടാക്കും. നമ്മുടെ പുതിയുഗ യാത്ര തിരുവനന്തപുരത്ത് സമാപിച്ചപ്പോൾ ശ്രീ രാഹുൽ ഗാന്ധി 5 ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചു. ഇന്ദിരാ ഗ്യാരണ്ടി. ആദ്യത്തെ ഗ്യാരണ്ടി എന്താണ്? യു.ഡി.എഫ്. വരുമ്പോൾ കേരളത്തിലെ സ്ത്രീകൾ KSRTC ബസ്സിൽ സൗജന്യ യാത്ര നടത്തും. എന്താ സ്ഥിതി? തീർത്ഥാടനത്തിന് പോകാം, നിങ്ങൾക്ക് ഗ്യാങ്ങായിട്ട് ടൂറിന് പോകാം, എവിടെ വേണമെങ്കിലും പോകാം. യു.ഡി.എഫ്. സർക്കാരിന്റെ അതിഥികളായി കേരളത്തിലെ സ്ത്രീകൾ സഞ്ചരിക്കും KSRTC ബസ്സിൽ. പെൺകുട്ടികൾക്ക് കോളേജിൽ പഠിക്കുന്നവർക്ക് 1000 രൂപ പ്രതിമാസം ധനസഹായം. അവര് പഠിച്ചു മിടുക്കികളായി നമ്മുടെ നാടിന്റെ അഭിമാനങ്ങളായി മാറട്ടെ. യുവാക്കൾക്ക് സംരംഭങ്ങൾ തുടങ്ങാൻ 5 ലക്ഷം രൂപയുടെ പലിശരഹിത വായ്പ. നമുക്കറിയാം, നാട് മുഴുവൻ ചികിത്സാ ചെലവ് കൂടി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചികിത്സാ ചെലവുള്ള 1ാമത്തെ സംസ്ഥാനമാണ് കേരളം. അത് 3-1 വെട്ടിക്കുറയ്ക്കാൻ നമ്മുടെ പ്രിയങ്കരനായ ഉമ്മൻചാണ്ടിയുടെ നാമധേയത്തിൽ നമ്മള് ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കും. വയോജനങ്ങൾക്ക് അവരെ ചേർത്ത് നിർത്താൻ നിരവധി പദ്ധതികളുമായി വയോജന വകുപ്പ് രൂപീകരിക്കും. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 2000 രൂപയിൽ നിന്ന് 3000 രൂപയാക്കി നമ്മൾ ഉയർത്തും. സംരംഭങ്ങൾ നടത്തി അവരിവിടെ ജീവിക്കും. ലോകത്തുണ്ടാകുന്ന മാറ്റങ്ങൾ അറിയാൻ നമ്മൾ ഗ്ലോബൽ ജോബ് വാച്ച് ടവർ ഉണ്ടാക്കും. ലോകത്തെ തൊഴിൽ രംഗത്ത് നടക്കുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് അനുബന്ധമായി നമ്മുടെ യൂണിവേഴ്സിറ്റികളിലെ കോഴ്സുകൾ നമ്മൾ പുനഃസംഘടിപ്പിക്കും. ദീർഘമായ കാഴ്ചപ്പാടോടുകൂടി, വിശാലമായ കാഴ്ചപ്പാടോടുകൂടി ലോകം മാറുന്നതനുസരിച്ച് ഒരു കേരളത്തെ നമ്മുടെ യു.ഡി.എഫ്. കൊണ്ടുവരും. പുതിയൊരു കേരളം. അത് യു.ഡി.എഫിന്റെ വാക്കാണ്. ഇവിടെ എന്താ ചർച്ച? ഇവിടെ മുഖ്യമന്ത്രി എന്നെ ഒരു സംവാദത്തിൽ വിളിച്ചു. ഇത്രയും സന്തോഷമുണ്ടായ ഒരു ദിവസം എനിക്ക് വേറെ ഉണ്ടായിട്ടില്ല. ഞാൻ 15 മിനിറ്റിനകം മുഖ്യമന്ത്രിയോട് അദ്ദേഹം പറയുന്ന സ്ഥലത്തും അദ്ദേഹം പറയുന്ന സമയത്ത് എത്തിക്കോളാം. ഏത് വിഷയം വേണമെങ്കിൽ അദ്ദേഹത്തോട് തീരുമാനിച്ചാണോ പറഞ്ഞു. കാരണം 10 വർഷമായി കേരളത്തിൽ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഒരാളാണ് ഞാൻ. അന്ന് രാത്രി ശരിക്കും ഉറങ്ങിയിട്ടില്ല, ത്രില്ലടിച്ചിട്ട്. പക്ഷെ പിറ്റേ ദിവസം രാവിലെ എന്നെ നിരാശപ്പെടുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി അതിൽ നിന്ന് പിന്മാറി. മുഖ്യമന്ത്രി പറയാണ്, നമുക്ക് ഫേസ്ബുക്കിലാവാം. ഫേസ്ബുക്കിലെ കുഴപ്പമെന്താ? ഇവിടെ ഇപ്പൊ നേരെ ഇരിക്കുകയാണെങ്കിൽ ചോദിച്ച ഉത്തരം പറയാതിരിക്കാൻ പറ്റുമോ? ഹക്കിം കുന്നിലോട് ഞാനൊരു ചോദ്യം ചോദിച്ച ഹക്കിം ഒഴിഞ്ഞു മാറിയ നിങ്ങൾ അറിയും. ഫേസ്ബുക്കിൽ ഇട്ടാലോ അറിഞ്ഞിട്ട് പോലും ഇല്ല, ചോദ്യം കേട്ടിട്ട് പോലും ഇല്ലാത്ത മട്ടിലാണ് മറുപടി വന്നത്. ഞാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞു, നമ്മൾ ഒരു ദിവസം പറഞ്ഞു ഫേസ്ബുക്കിൽ തന്നെ 4,43,000 ഇവരെ ഈ ബോർഡ് ഉണ്ട് കംപ്ലീറ്റ് കേരളത്തിൽ. എന്താ, ഞങ്ങൾ 5 ലക്ഷം വീടുണ്ടാക്കി ലൈഫിൽ. അപ്പൊ ഞാൻ ചോദിച്ചു, എത്ര വർഷം കൊണ്ടാ? 10 വർഷം കൊണ്ട് അല്ലേ?
ഉമ്മൻചാണ്ടിയുടെ സർക്കാർ 5 കൊല്ലം കൊണ്ട് 4,43,000 വീടുണ്ടാക്കി. പ്ലസ് അത് പൂർത്തിയാക്കി 50,000 വീടിന്റെ പണി തുടങ്ങി. ഇവരെന്ത് ചെയ്ത് ആ തുടങ്ങിയ 50,000 കൂടി അവരുടെ 5 ലക്ഷത്തിൽ കൂട്ടി. അപ്പൊ യഥാർത്ഥത്തിൽ അവർ 10 വർഷം കൊണ്ട് 4.5 ലക്ഷം വീടുണ്ടാക്കിയപ്പോൾ നമ്മൾ 5 വർഷം കൊണ്ട് 5 ലക്ഷം വീടുണ്ടാക്കി. ഉടനെ മുഖ്യമന്ത്രിയുടെ മറുപടിയാണ്, ഇത് അദ്ദേഹത്തിന് ആരാ എഴുതി കൊടുക്കണമെന്ന് ഉണ്ണിത്താൻ എനിക്കൊരു പിടിയില്ല, നമ്മുടെ ആരെങ്കിലും അവിടെ ഉണ്ടാകുന്ന എനിക്ക് സംശയം. പുള്ളിക്കിട്ട് പണി കൊടുക്കാൻ വേണ്ടി പുള്ളി പറയാ ഈ 4,000 വീട് വെച്ചുള്ളത്. ഞാൻ 443 പ്ലസ് 50 പറഞ്ഞപ്പോ മുഖ്യമന്ത്രിയുടെ മറുപടിയാണ് 4,000 വീട് വെച്ചിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ എല്ലാ ഡേറ്റയും ഉണ്ട്. ഞാൻ പിറ്റേ ദിവസം അന്ന് തന്നെ ഈ പിണറായി വിജയന്റെ മന്ത്രിസഭയിലെ അംഗങ്ങളായ KT ജലീലിന്റെയും AK ബാലന്റെയും നിയമസഭയിൽ ഞങ്ങൾക്ക് എഴുതി തന്ന മറുപടി, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വെച്ച വീടുകളുടെ എണ്ണം, അതിനേക്കാളും വലിയ ഡോക്യുമെന്റ് പറയില്ലല്ലോ, 4,43,000 കൊടുത്തു, 50,000 പണി തുടങ്ങിയെന്ന് പറഞ്ഞു. പിന്നെ ഇന്ന് വരെ ഫേസ്ബുക്കിൽ അതിനെ കുറിച്ച് പറഞ്ഞിട്ട് പോലുമില്ല. ഈ പിണറായിയുടെ ചുറ്റും നിന്ന് അയാളെ ചീത്തയാക്കി സ്തുതിപാഠകന്മാരുടെ സംഘം അവര് പറഞ്ഞ് ഈ മനുഷ്യനെ ചീത്തയാക്കി, ഈ ഏകാധിപതിയാക്കി മാറ്റി. അതിൽ പ്രതിഷേധം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയില്ല. ഞാൻ അതുകൊണ്ട് നിങ്ങളോട് പറയുന്നു, വീണ്ടും ആവർത്തിച്ചു പറയുന്നു, നല്ല കമ്മ്യൂണിസ്റ്റുകാരെ കാണുമ്പോൾ ചിരിച്ചു. എന്താ കാര്യം അറിയാം? അവര് നീലകണ്ഠനെ വോട്ട് ചെയ്യാൻ പോകും. നല്ല ഇടതുപക്ഷ സഹയാത്രികരെ കാണുമ്പോൾ ചേർത്ത് പിടിച്ചു. അവര് വോട്ട് ചെയ്യാൻ പോകുന്നത് കൈപ്പത്തി ചിഹ്നത്തിൽ നീലകണ്ഠനാണ്. ഒരു സംശയം വേണ്ട, കേരളത്തിൽ കലാപമാണ് നടക്കാൻ പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞോട്ടെ, അധികാരത്തിൽ നിന്ന് ഇറങ്ങിക്കോട്ടെ. ബംഗാളിൽ 33 വർഷം എടുത്തു CPM തകരാൻ. ഇവിടെ 10 വർഷം മതിയായി. എല്ലാത്തിനും ശരിയാക്കിയിട്ടാണ് പോകുന്നത്. എന്നിട്ട് നമ്മളോട് പറയാം വികസനം ചർച്ച ചെയ്യൂ. എന്നാ പിന്നെ അതാ വികസനം ചർച്ച ചെയ്യേണ്ടെന്ന് പറഞ്ഞു. എന്താ വികസനം നടത്തിയെന്ന് ചോദിച്ചു. അപ്പൊ ഉടനെ ആദ്യത്തെ വിഴിഞ്ഞം തുറമുഖം ഞങ്ങൾ കൊണ്ടുവന്നു. എവിടെ? ആര് കൊണ്ടുവന്നു? വിഴിഞ്ഞം തുറമുഖം കൊണ്ടുവന്നത് ശ്രീ ഉമ്മൻചാണ്ടിയാണ്. എല്ലാ അനുമതികളും കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിച്ച് കല്ലിട്ട് എഗ്രിമെന്റ് ഉണ്ടാക്കി കൗണ്ട് ഡൗൺ തുടങ്ങി പ്രവർത്തനം ആരംഭിച്ചു. ഇവര് തുടർന്നു. ഉമ്മൻചാണ്ടി ഇത് കൊണ്ടുവന്നപ്പോൾ അന്ന് പാർട്ടി സെക്രട്ടറിയായ പിണറായി വിജയൻ പറഞ്ഞെന്താ, 6,000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് കച്ചവടമാണെന്ന് പറഞ്ഞു. അല്ലേ? ഉമ്മൻചാണ്ടിക്കെതിരായി ആക്ഷേപം ഉന്നയിച്ചു. ദേശാഭിമാനി പത്രത്തിലെ ഫ്രണ്ട് പേജ് എന്താണെന്നറിയാമോ? ഒന്ന് കടൽ കൊള്ള. എന്നിട്ട് ഇത് പൂർത്തിയായപ്പോ പറയാ ഞങ്ങളുടെയാണ്. ഞാൻ പറഞ്ഞു, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു കഥാപാത്രമുണ്ട്, 8 കാലി മമ്മൂഞ്ഞ് തോറ്റു അദ്ദേഹത്തിന്റെ മുമ്പിൽ. 8 കാലി മമ്മൂഞ്ഞിന് പറ്റിയെന്താണെന്നറിയോ? 8 കാലി മമ്മൂഞ്ഞിന്റെ ഒരു ഗ്രാമത്തിൽ എന്ത് നടന്നാലും അതിന്റെ പിതൃത്വം അവകാശപ്പെടും. അത് ചെയ്ത ഞാനാണെന്ന് പറയും. ഒരു പ്രത്യേക സ്വഭാവം മമ്മൂഞ്ഞ്. ബഷീറിന്റെ അതിമനോഹരമായ കഥാപാത്രം. ഇപ്പൊ നാട്ടിലെ ചെറുപ്പക്കാരെല്ലാവരും കൂടി ഇയാളെ ഒന്ന് പറ്റിക്കണമെന്ന് തീരുമാനിച്ചു. അപ്പൊ ഒരു സുപ്രഭാതത്തിൽ ഭയങ്കര വാർത്തയാണ്, മനക്കലെ പാറുക്കുട്ടി പ്രസവിച്ചു. ഉടനെ മമ്മൂഞ്ഞ് ഓടി വന്ന് പറഞ്ഞു, പ്രസവിച്ച ആ കൊച്ചിന്റെ തന്ത ഞാനാണെന്ന്. എല്ലാത്തിന്റെ പിതൃത്വം അവകാശപ്പെടും. പക്ഷെ പാവം 8 കാലി മമ്മൂഞ്ഞിനെ അറിയില്ലായിരുന്നു മനക്കലെ പാറുക്കുട്ടി ഒരു പിടിയാനയാണെന്നും, പിടിയാന പ്രസവിച്ചത് ആനക്കുട്ടിയാണെന്നും മമ്മൂഞ്ഞിനെ അറിയില്ല. ആ മമ്മൂഞ്ഞിന് പറ്റിയ അബദ്ധം കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് പറ്റാതിരിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. വിഴിഞ്ഞം തുറമുഖം ഇദ്ദേഹത്തിന്റെ. അടുത്തത് ഞാൻ പറയാം, അടുത്തത് പറഞ്ഞു, ഗെയിൽ പൈപ്പ് ലൈൻ പൂർത്തിയാക്കി. ആര്? നമ്മുടെ കാലത്ത് ഗ്യാസ് പൈപ്പ് ലൈനാണ്. നമ്മുടെ കാലത്ത് ഗെയിൽ പൈപ്പ് ലൈൻ ഇടുന്ന സമയത്ത് ഇവര് സമരമാണ്. ഒരു നേതാവ് എറണാകുളത്ത് വന്നിട്ട് സമരം ചെയ്യാൻ ഉള്ള പ്രസംഗം എൻ്റെ കയ്യിലുണ്ട്. ഇത് അപകടകാരിയാണ്. ഇത് ഭൂമിക്കടിയിൽ ഗ്യാസ് ലൈൻ കൊണ്ടുവന്നു. ഇത് ഭൂമിക്കടിയിൽ ഒളിപ്പിച്ചു വെച്ച ബോംബാണ്. ഇത് പൊട്ടിത്തെറിക്കും, സൂക്ഷിച്ചോ. അങ്ങനെ പറഞ്ഞ നേതാവ് ഇന്ന് പിണറായി മന്ത്രിസഭയിലെ വ്യവസായ മന്ത്രിയാണ് P. രാജീവ്. എന്നിട്ട് നമ്മളോട് പറയാണ്, ഞങ്ങള് പൈപ്പ് ലൈൻ പൂർത്തിയാക്കി. യുവന്മാരുടെ പോലെ തൊലിക്കെട്ടി വല്ലവർക്കും ഉണ്ടോ? നമ്മൾ കൊച്ചി മെട്രോ ഉണ്ടാക്കി, വിഴിഞ്ഞം തുറമുഖം ഉണ്ടാക്കി, കണ്ണൂർ വിമാനത്താവളം ഉണ്ടാക്കി. നിങ്ങൾ 2016 പറഞ്ഞു കോഴിക്കോട് മെട്രോ വരും, തിരുവനന്തപുരം മെട്രോ വരുമെന്ന്. എവിടെയോ 10 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു DPR ഉണ്ടോ? അപ്പൊ നിങ്ങൾ പേടിക്കണ്ട, UDF വരുമ്പോ കാസർഗോഡ് മാറ്റമുണ്ടാകും. വാക്കാണ്. ഈ മെഡിക്കൽ കോളേജ് ഏറ്റവും മികച്ച മെഡിക്കൽ കോളേജാക്കി മാറ്റും. എൻഡോസൾഫാന്റെ ഇരകളെ ചേർത്ത് നിർത്തും ഹൃദയത്തോട്. ഈ ജില്ലയിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിച്ച്
മറ്റു ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായി 25 കൊല്ലം പുറകിലുള്ള ഈ ജില്ലയെ മറ്റു ജില്ലകളുടെ മുമ്പിൽ എത്തിക്കും എന്ന് UDF വാക്കാണ്.